ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ജസ്റ്റ് പാരഡോക്സ് ഓഫ് സ്പേസ് വെച്ച് നമുക്ക് തുടങ്ങാം. കാരണം നമ്മൾ സംസാരിക്കുന്നത് കടലിനെക്കുറിച്ചും കരയെക്കുറിച്ചും കടലും കരയുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച്, അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവരിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമല്ല. അപ്പോൾ അത് നമുക്ക് നേരത്തെ പറഞ്ഞ 3 പേരുണ്ട്. ഞാൻ ഈ പാരഡോക്സ് ഓഫ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം നമ്മൾ കടലിനോടും കടൽക്കരയോടും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോലത്തെ നാട്ടുകാർക്ക്, സാധാരണക്കാർക്ക് ഒന്ന് പോയി നോക്കി കണ്ട് കടലൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനപ്പുറത്തൊരു കടൽ, അല്ലെങ്കിൽ അതിനകത്തുള്ള മത്സ്യമൊക്കെ കഴിക്കുന്നതിനപ്പുറത്തൊരു കടലില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ കടലിനോടും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കടൽക്കരകളോടും കോസ്റ്റിനോടും ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ ലോങ് പേസിലാണ് നടക്കുന്നത്. കടലിനെ ഒന്നും ആർക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വേദിയിൽ കടലിനെ ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ കരയോ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതായത് എത്ര നമ്മൾ ഗ്രാജുവലായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ, കടൽ കര എടുത്തു പോകുന്നതിനെക്കുറിച്ച്, കടൽക്ഷോഭത്തെക്കുറിച്ചുമൊക്കെ. അതുപോലെ തന്നെ കടൽ കരയിൽ ഉണ്ടാകുന്ന നമ്മളുടെ കൺസ്ട്രക്ഷൻസിനെ കുറിച്ചും ഡിസ്ട്രക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ഒരു പേസിലാണ് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഹൈ സ്പീഡ്, സൂപ്പർ സ്പീഡിലുള്ള ഒരു സുനാമിയോ, അല്ലെങ്കിൽ ഇവരെയൊക്കെ അനുഭവിക്കുന്ന ചാൾസിൻ്റെയൊക്കെ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ഒരൊറ്റ കടൽക്ഷോഭം കൊണ്ടൊക്കെ തന്നെയാണ്. എന്താണ് ഇവരുടെ ഒരു അവസ്ഥ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് ഈ 3 പേരുള്ളപ്പോൾ ഞാനതിനെ 3ആയിട്ട് തന്നെ വേർതിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ഈ ഡിസ്കഷൻസിനെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളുണ്ട്, സാമൂഹികമായിട്ടുള്ള വശങ്ങളുണ്ട്. സാമൂഹികം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സാധാരണ നമ്മളെപ്പോലത്തെ പൗരന്മാരിന്ന് ഇതിനെ കാണുന്നത് എങ്ങനെയെന്നുള്ളതും ഇതിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വശങ്ങളുണ്ട്. പിന്നെ അവിടെ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരുടെ വ്യാകുലതകൾ, അവരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അവരാണ് ഇതിനകത്തൊരു പ്രധാനമായിട്ടും ഒരുപാട് നമുക്ക് പരിഹാരങ്ങൾ തരേണ്ടത്. കാരണം 10,000 വർഷങ്ങളോളം അവർ മാനേജ് ചെയ്തിരുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഗവർണൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് തന്നെയാണ് ഇതെല്ലാം. അത് നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നുള്ളത് നമ്മൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു എഫേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിത് ചോദ്യം തുടങ്ങുന്നത് ആദ്യത്തെ എനിക്കൊരു റെസ്പോൺസായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഒരു ഇനിഷ്യൽ ഇത് തരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൗണ്ട്സ് ഒരു 2-3 റൗണ്ടിൽ നമുക്കിത് തീർക്കാൻ കഴിയും. സുചിത്ര, ചോദ്യം ഇതാണ്: കടലിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കടലിന് എന്ത് സംഭവിക്കുന്നു? അതിന് നമുക്ക് 3 പേരിൽ നിന്നും കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. കടലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രീധർ ചോദിക്കുമ്പോൾ എനിക്ക് ഏത് കടൽ എന്നുള്ള ഒരു സംശയം വരുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് എനിക്ക് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം, കടൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അത്ഭുതവും ആദരവും ഒരു ആശങ്കയുള്ളൊരു സംഗതിയാണ്. ഒരു വളരെ വലിയ ഒരു അമ്പരചുംബിയായ ഒരു കെട്ടിടം നിങ്ങളൊന്ന് സങ്കല്പിക്കൂ. അതിൻ്റെ റൂഫ് നമ്മൾ കാണുന്നത് പോലെ മാത്രമാണ് നമ്മൾ കടലിൻ്റെ ഉപരിതലം കാണുന്നത്. അതിൻ്റെ താഴേക്ക് ഒരു അത്ഭുത ലോകമാണ്. ഓരോരോ തട്ടിലായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ അതിലുണ്ട്. ഏറ്റവും താഴെ ഒരു അന്ധകാരത്തിൻ്റെ ഒരു തട്ടാണ്. അവിടെയാണ് നമ്മുടെ ജീവൻ്റെ ആദ്യത്തെ കണിക വരുന്നത്. എത്രയോ ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 400 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ജീവൻ്റെ കണിക വന്ന് അത് പതുക്കെ കരയിലേക്ക് വന്ന് കരയിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനാവുന്നു. ആ മനുഷ്യൻ്റെ കണ്ണീരിലും വിയർപ്പിലും ചോരയിലും നമ്മളുടെ ഗർഭസ്ഥ ഭ്രൂണത്തിന് ചുറ്റുമുള്ള ആ ദ്രവത്തിലും ഒക്കെ ഉപ്പിൻ്റെ അംശമാണ്. അപ്പം നമ്മൾ കടലാണ് ശരിക്കും, നമ്മൾ കടലിനെ കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ കടലിനെ കുറിച്ചുള്ള അത്ഭുതം, നമ്മുടെ പ്രാണവായുവിൻ്റെ പകുതിയിലേറെ നമുക്ക് നൽകുന്നത് ഭൂമിയിലെ മരങ്ങളല്ല, അത് കടലാണ്. അപ്പോൾ ഈ കടലിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ശ്രീധർ എന്നോട് ചോദിക്കുന്നത്. ഞാൻ തൽക്കാലം നമ്മുടെ കടലായിട്ടുള്ള അറബിക്കടലിനെ എടുക്കുകയാണ്. ഓരോ കടലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വലിയ നമ്മൾ സംസാരിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ അറബിക്കടലിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അറബിക്കടൽ അതിവേഗം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുങ്കാറ്റുകളെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ നമ്മളിപ്പോൾ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് 4 കൊടുങ്കാറ്റുണ്ടായിരുന്നെങ്കിൽ ഇവിടെ 1 കൊടുങ്കാറ്റാണ്. പക്ഷെ ഇപ്പം അതൊക്കെ മാറുകയാണ്. കൊടുങ്കാറ്റുകളുടെ
പിന്നെ എണ്ണം കൂടുന്നു, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു, അതിൻ്റെ സ്വഭാവം മാറുന്നു, അതിൻ്റെ രൂപം മാറുന്നു. അത് മുഴുവൻ ആ അത്തരത്തിലുണ്ടാവുന്ന സമയത്ത് അത് നമ്മുടെ ജീവനെ മുഴുവൻ പിന്നെ ബാധിക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന കാറ്റുകളുടെ രൂപം മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതം മാറുന്നു, കടൽ മാറുന്നു, കടലിൻ്റെ ആവാസ വ്യവസ്ഥ മാറുന്നു, തീരത്തിൻ്റെ ആവാസ വ്യവസ്ഥ മാറുന്നു. അത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആ കടലിൻ്റെ തീരത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മളിലുണ്ടാക്കുന്ന മാറ്റം, അത് കടലിലുണ്ടാക്കുന്ന മാറ്റം, കടലിൻ്റെ ആ വലിയൊരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സമയത്ത് കടൽ ചൂട് പിടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കടൽ അസിഡിക് ആവുകയാണ്, അതിന് അമ്ലഗുണം കൂടി വരുന്നു, അതിലെ പ്രാണവായു കുറയുന്നു, അതിലെ പല പല ജൈവ വൈവിധ്യം കുറഞ്ഞു വരുന്നു, അത് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിന് കടൽ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അത് സാമൂഹ്യമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ രീതിയിലും എല്ലാം വലിയൊരു മാറ്റത്തിന് അത് വലിയൊരു ആശങ്കയാണ്. കാരണം നമ്മളുടെ കേരളത്തിന് 590 കിലോമീറ്റർ നീളത്തിലുള്ള കടലുണ്ട്. 14 ജില്ലകളിൽ നമുക്ക് 9 ജില്ലയ്ക്കും നേരിട്ട് കടൽ തീരമുണ്ട്. അപ്പോൾ കടലിലുണ്ടാവുന്ന അറബിക്കടലിലുണ്ടാവുന്ന ഓരോ മാറ്റവും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് അറബിക്കടൽ ഒരു മണവാളൻ എന്ന് പറയുന്ന ആ മണവാളനല്ല, ആ ഒരു തണുത്ത വെള്ളം ഇപ്പം അതിവേഗം റാപ്പിഡ്ലി അത് വാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, ഭയാനകമാണ്. അതിൽ ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു സിംപിളർ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ കടൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കര ഇങ്ങനെ കിടക്കുകയാണല്ലോ, ഒരു മൂലയ്ക്ക് താഴെയായിട്ട്, ഒരു പെനിൻസുലയുടെ ഏറ്റവും അടിയിലാണ്. അപ്പോൾ ഞാൻ പറയും, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പിന്നെയുള്ള കര എന്ന് പറയുന്നത് നേരെ താഴെ അന്റാർട്ടിക്കയാണ്, ചുറ്റും കടലാണ്. ഇൻ ദ എഡ്ജ് ഓഫ് ദി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എർത്തിൻ്റെ ഒരു അറ്റത്താണ് നമ്മൾ. അങ്ങനെ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ല. എല്ലാ കേപ്പുകളും അല്ലെങ്കിൽ എല്ലാ ഇത്തരത്തിലുള്ള ഇതും അങ്ങനത്തെ എഡ്ജിലാണ്, നടുക്കല്ല. അപ്പോൾ കടലിൽ ഡിപ്പെൻഡൻ്റാണ്, നമ്മളുടെ ഹോൾ എക്സിസ്റ്റൻസ് കടലിൽ ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ അതിന് സംഭവിക്കുന്ന എന്ത് മാറ്റവും ഒരു വലിയ പ്രശ്നമാണ്. അത് മെറൈൻ ഇക്കോസിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റമാണോ, ഫിഷ് ക്യാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റമാണോ, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റമാണോ, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ആ ഒരു ചോദ്യത്തിന് എനിക്കാണ് നമ്മൾ ശാസ്ത്ര സമൂഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം. എന്താണ് കടലിന് സംഭവിക്കുന്നത് സാർ? നന്ദി മാതൃഭൂമി, നന്ദി ശ്രീ ശ്രീധർ, എന്നെ കേൾക്കുന്നവർക്ക് നമസ്കാരം. ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ സംസാരിക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കടൽ ആകർഷകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കടൽ എന്നുള്ളത് ഒരുപാട് പേരുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗമാണ് എന്നുള്ളതാണ് ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തുടർച്ചയായി നമ്മുടെ എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും യാത്രകൾ എന്ന് പറയുന്നത് ഭക്ഷണം തേടിയിട്ടുള്ള യാത്രയാണെന്ന് പറയാം. നമ്മൾ ഏറ്റവും പ്രാഥമികമായി മനുഷ്യന് വേണ്ടുന്ന ഭക്ഷണം നിർമ്മിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സമൂഹത്തിന് കൃഷിയും അനിമൽ ഹസ്ബൻഡറിയും നൽകുന്ന പ്രോട്ടീൻ സാധ്യതകളുടെയൊക്കെ നമ്മുടെ ലിമിറ്റേഷൻസ് തിരിച്ചറിയുമ്പോൾ കടലാണ് അടുത്ത സാധ്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കടലിനെ ആവുന്നതും സുസ്ഥിരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിൽ കൂടി മുന്നേറുമ്പോൾ സ്വാഭാവികമായിട്ടും കടലിലുണ്ടാവുന്ന ഈ മാറ്റങ്ങളൊക്കെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അത് നേരിട്ട് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള ഒരു വിഭാഗം, അവരുടെ വികാരങ്ങളും വേദനകളുമൊക്കെ ശ്രീ ചാൾസ് ഇവിടെ സൂചിപ്പിക്കും. അതിനുശേഷം പിന്നെ വരുന്നത് ശാസ്ത്രീയമായി ഈ കടലിനെ ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്വാകൾച്ചർ എന്ന് പറയുന്ന കൂട് കൃഷിയും അനുബന്ധമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നടത്തുന്ന ഒരു സമൂഹം. ഇന്ന് നിങ്ങൾക്കറിയാം, പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളായാലും അമേരിക്കൻ നാടുകളായാലും എന്തിനേറെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലായാലും എല്ലാം തന്നെ കടലിൽ നിന്നുള്ള പിന്നെ കൃഷിയാണ് ഏറ്റവും പ്രാമുഖ്യത്തോടെ നിൽക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റവും നമുക്ക് രുചികരമായ
ഏറ്റവും നമുക്ക് പോഷക സമൃദ്ധമായ, ഏറ്റവും നമുക്ക് എക്സ്പോർട്ട് മൂല്യങ്ങൾ തരുന്ന മത്സ്യങ്ങളുടെ വളർത്തലും അവരുടെ ഉപയോഗവും ശാസ്ത്രീയമായ കയറ്റുമതി ചെയ്യലുമെല്ലാം കടലിനെ ആശ്രയിച്ച് കഴിയുന്നു. ആ ഒരു സെഗ്മെൻറ്റ്, കടലിൽ ഇന്ന് വരുന്ന മാറ്റങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്ന തിരിച്ചറിവ്. കാരണം നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 800 കോടി കവിഞ്ഞിരിക്കുന്നു. 1000 കോടിയിലേക്ക് ഏകദേശം ഒരു 20 വർഷത്തിനകം നമ്മൾ കടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആ സമയത്ത് എവിടെയാണ് ഇതിന് വേണ്ടുന്ന ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ, എവിടെയാണ് ഇതിന് വേണ്ടുന്ന മാംസ്യം എന്ന് ചോദിക്കുമ്പോൾ, എവിടെയാണ് ഇതിന് വേണ്ടുന്ന മൈക്രോ ന്യൂട്രിയൻസ് എന്ന് ചോദിക്കുമ്പോൾ, അതിന് നമുക്ക് ഉത്തരമായി കിട്ടിയിരുന്ന പോഷക സമൃദ്ധമായ മത്സ്യവും മത്സ്യോൽപ്പന്നങ്ങളും ഇനി അവയുടെ ലഭ്യത എങ്ങനെയാണ് ഭാവിയിലേക്ക് എന്നുള്ളത് പുതുതലമുറയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളിയുടെ കാര്യം ഞാൻ വളരെ അതിനകത്ത് മൗനം പാലിക്കുന്നത് ചാൾസ് അതിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയും എന്നുള്ളതാണ്. നമുക്ക് മറ്റ് ഉപജീവനാർത്ഥികളുടെ വലിയൊരു സമൂഹമുണ്ട്. കടലുമായി ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികളെ നമ്മൾ പ്രാഥമികമായി പരിഗണിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുണ്ട്, മത്സ്യം വിൽക്കുന്നവരുണ്ട്, മത്സ്യം വാങ്ങുന്ന നമ്മൾ കഴിക്കുന്നവരുണ്ട്, അത് എക്സ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, മത്സ്യത്തീറ്റി നിർമ്മാതാക്കളുണ്ട്, മത്സ്യം തീറ്റിക്കുള്ള മറ്റു അടിസ്ഥാനമായ കാര്യങ്ങൾ നിർമ്മിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു നീണ്ട സമൂഹം, നീണ്ട ഒരു ഉപജീവനാർത്ഥികളുടെ ഒരു നിര തന്നെ നമ്മൾ നിൽക്കുമ്പോൾ അവരുടെ എല്ലാം ജീവസന്ധാരണം ഒരു പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പം അതിനകത്ത് നമുക്ക് നിരന്തരമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശ്രീമതി സുചിത്ര ഓൾറെഡി സൂചിപ്പിച്ചു, നമ്മുടെ വലിയ രീതിയിലുള്ള പൊള്യൂഷൻ, അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്സ്, ഓഷ്യൻ അസിഡിഫിക്കേഷൻ, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, നമ്മുടെ കരകൾ അപ്രത്യക്ഷമാകുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. മൺട്രോ തുരുത്തിൽ സംഭവിക്കുന്ന കാര്യം, അത്തരം കാര്യങ്ങൾ നമ്മളെ നേരിട്ട് ബാധിക്കുന്നു. നമ്മുടെ കണ്ടൽ സമൂഹങ്ങളൊക്കെ ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചുകൾ അവിടെ നിൽക്കുമ്പോഴും എങ്ങനെയാണ് ഇതിനെ ശാസ്ത്ര സമൂഹം ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെ പറ്റി അടുത്ത നിലയ്ക്ക് സംസാരിക്കാം എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സർ. ഇത് സാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാനിങ്ങനെ ഫ്ലാഗ് ചെയ്യണം. അതിനെ സാർ അതിൻ്റെ ഈ മത്സ്യത്തിൻ്റെ റിസോഴ്സസിനെ കുറിച്ചോ അല്ലെങ്കിൽ കടൽ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു എക്കോണമിയും സാർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു. കാരണം പിടിക്കുക കഴിക്കുക എന്നുള്ളതല്ല, അതിനെ ചുറ്റുപറ്റി വലിയൊരു ഇക്കോണമി തന്നെ കിടപ്പുണ്ട്, എത്രയോ ലൈവ്ലിഹുഡ്സ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ മുഴുവനും നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഒരു റിയാലിറ്റിയിലൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി ക്വസ്റ്റ്യനും. ഇതിൽ ലൈവ്ലിഹുഡ്സ് ഉണ്ട്, ഇതിൽ ജീവിതങ്ങളുണ്ട്. അതിൽ കരയിൽ നിന്നും അല്ലെങ്കിൽ കടലിനകത്തു നിന്നും തുടങ്ങുന്ന മത്സ്യബന്ധനക്കാരുടെ ജീവിതം തൊട്ട് അത് അങ്ങറ്റം വരെ വരുന്ന ഒരു ഇക്കോ സിസ്റ്റംസ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥകളിലെ മനുഷ്യർ, അതൊരു ആവാസ വ്യവസ്ഥയാണല്ലോ, അതിലെ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഇക്കോ സിസ്റ്റംസ് പീപ്പിൾ എന്നൊക്കെ പറയാം. ആദ്യ അവകാശങ്ങൾ അവർക്കാണ്. പക്ഷേ ഒരു കാലത്ത് സാറ് പറഞ്ഞ സസ്റ്റൈനബിലിറ്റി പോയിന്റിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ ചാൾസിലേക്ക് വരുന്ന ചോദ്യമാണത്. സസ്റ്റൈനബിലിറ്റി സാറ് പറഞ്ഞു, പക്ഷേ എക്കാലവും സസ്റ്റൈനബിളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതിനെ പതുക്കെ ഒരു വലിയ വൻകിട ട്രോളറുകളൊക്കെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ട്രോളർ സമരം തുടങ്ങി, ട്രോളറുകളെ അവസാനിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ. പക്ഷേ ട്രോളറുകൾ വന്ന് അപ്പോൾ നമ്മൾ ട്രോളർ നിയന്ത്രണം തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയല്ല, ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞിട്ട് സുസ്ഥിരമായി എങ്ങനെ ചെയ്യാമെന്നാണ്. പക്ഷേ ആ ബ്ലൂ എക്കോണമി സുസ്ഥിരതയിൽ എന്താണുള്ളത്? വൻകിട കപ്പലുകൾ അപ്പുറത്ത് വന്ന് ഈ വൻകിട ക്യാച്ച് നടത്തും. ഈ പറഞ്ഞതുപോലെ ഫാക്ടറി ഷിപ്സ് എന്നൊക്കെ പറയുന്നത് പോലത്തത് വന്ന് ക്യാച്ച് നടത്തും. അവർ സുസ്ഥിരമായി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ത്രെട്ട് നമ്മുടെ മുമ്പ് നിൽക്കുമ്പോൾ ഇവിടെ വലിയ സാധനങ്ങൾ തൊട്ട് ചെറിയ ഒരു മത്സ്യബന്ധനക്കാരെ ബാധിക്കുന്നതായിട്ടുള്ള എന്നൊരു സീപ്ലെയിൻ ഓടിക്കുന്നതിൻ്റെ വിഷയത്തിൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട ആളാണ് ചാൾസ്. മത്സ്യബന്ധന തൊഴിലാളിയും അവരുടെ ഇടയിൽ നിന്നുള്ള നേതാവും കൂടെയാണ്. അപ്പോൾ ചാൾസ്, എന്താണ് കടലിന് സംഭവിക്കുന്നത്? അപ്പോൾ എന്താണ് കടലിൻ്റെ മക്കൾക്ക് സംഭവിക്കുന്നത്? ആ ഫോൺ അതെടുത്തു. ആദ്യം കടലിലെന്ന് സംഭവിക്കണം നമ്മൾ അറിയണം. പഴയ കടലല്ല നമ്മുടേത്. ആ പഴയ കടലെക്കുറിച്ചുള്ള സങ്കല്പം മാത്രമേ നമുക്കുള്ളൂ. കടപ്പുറത്തിരുന്ന് കടലിനെ കാണുന്ന ആൾക്കാരെ കുറിച്ചുള്ള ആദ്യം പറഞ്ഞത്. അറബിക്കടലിന് വലിയ മാറ്റം വരികയാണ്.
2017 ശേഷം അറബിക്കടൽ വലിയ മാറിപ്പോയടോ. പണ്ടില്ല ഓക്കി വരുന്നത്. ആ സമയത്ത് കൊച്ചിയിൽ നിന്നാണ് തൊട്ടപ്പുറത്തുള്ള തുത്തൂർ ഫിഷർമെൻ്റെ വാട്ടുകൾ മുഴുവൻ പോകുന്നത്. അവർ വടക്കേ അതിർത്തി ഒമാനാണ്. ലക്ഷദ്വീപ് കടലിലാണ് പോകുന്നത്. അവർ ഓക്കി വന്നു. അതിൽ 6 കപ്പ് ബോട്ടുകൾ മുങ്ങിപ്പോയി. 69 മനുഷ്യർ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. അവരെ ബോഡി പോലും മുക്കിയെടുത്തിട്ടില്ല. ആണ് അവസ്ഥ. ഞാൻ അവശേഷിച്ച് കുറച്ച് ബോഡി കിട്ടി. തലയില്ലാത്ത മനുഷ്യർ ജഡം കിട്ടി. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആ ബോഡി എടുത്ത് തുത്തൂരിലേക്ക് അയച്ച് DNA ടെസ്റ്റ് എടുത്ത ഒരാളാണ് ഇരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പ്രധാനമന്ത്രി വന്നു, തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞ് അഷുർ ചെയ്ത് ഒറ്റയാളെപ്പോലും മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മരിച്ച മനുഷ്യരെ ഇവർ പൊക്കിയെടുത്തിട്ടില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഓക്കി കഴിഞ്ഞു. പിറ്റേ വർഷം ഏറ്റവും വലിയ മാറ്റം വന്നു. അറബിക്കടലിൽ ശാന്തമല്ല, ബംഗാളിനേക്കാൾ ഘട്ടമല്ലേ. ഓക്കിക്ക് ശേഷം ക്യാറ് വന്നു, ഗജ വന്നു, ഉംഫൻ വന്നു, നിസർഗ വന്നു, ടൗട്ടെ വന്നു. അങ്ങനെ എത്ര കടലാക്രമണം. കടലാക്രമിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്ന പാടില്ല. കടലിൽ പ്രതികരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കി, ടൗട്ടെ, ഗജ, ക്യാർ, നിസർഗ, ഉംഫൻ. ഓക്കിയിൽ 69 മനുഷ്യർ മുങ്ങിയ ഞാൻ പറഞ്ഞത്. ടൗട്ടെ ഏറ്റവും ഒടുവിൽ വന്നു. ടൗട്ടെ വന്നു. പൊന്നാനിൽ നിന്ന് പോയ ഒരു ബോട്ട് അങ്ങനെ മുങ്ങിപ്പോയി. ആരും കണ്ടിട്ടില്ല ഇതുവരെ. 15 മനുഷ്യരെ കുറിച്ച് വിവരമില്ല. അതാണ് കടലിലെ അവസ്ഥ. കടൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. ഇത് 3 തരത്തെ നമ്മളെ ബാധിക്കും. ഒന്നിൽ പറഞ്ഞ മനുഷ്യരുടെ നാശം, കടലിൽ മീൻ പിടിക്കുന്നവരുടെ. 2, കരയിൽ നിൽക്കുന്ന മനുഷ്യർ കടലിൽ കയറി വരികയുള്ളൂ. അതാണ് ഇപ്പോൾ ചെല്ലാനത്തെ കാര്യം. അവിടെ വലിയ ഹ്യൂജ് സ്ട്രക്ചേഴ്സ് കൊണ്ടുവരികയാണ്. പെർമനന്റ് സ്ട്രക്ചേഴ്സ് കൊണ്ടുവന്നിട്ട് പിടിച്ച് മരിക്കാൻ ശ്രമിക്കുകയാണ്. ഹാർഡ് സ്ട്രക്ചേഴ്സാണ് പരിഹാരം കേരളത്തിന്. ഹാർഡ് വേണ്ടിടത്തിൽ ഹാർഡ് തന്നെ വേണ്ടി വരും. ചിലർക്ക് സോഫ്റ്റ് വേണ്ടി വരും. ചിലർക്ക് മിക്സഡായിട്ട് സംവിധാനം വേണ്ടി വരും. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. എവിടെ കടലിൽ കയറി വരുന്നത് അവിടെ ഹാർഡ് സ്ട്രക്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ 590 കിലോമീറ്ററിൽ 360 കിലോമീറ്ററിൽ നമ്മൾ ഹാർഡ് സ്ട്രക്ചേഴ്സ് വെച്ചാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്ന്. ഈ കല്ലിടുമ്പോൾ ഇവിടുന്ന് മറ്റേ പശ്ചിമഘട്ടം ഇടിച്ചിട്ടാണ് അവിടെ കല്ലിടുന്നത്. അത് വേറെ കാര്യം, അത് വേറെ നട്ടം. രണ്ടാമത്തെ വിഷയം നമ്മുടെ ഈ മനുഷ്യരുടെ മരണം. മൂന്നാമത്തെ വിഷയം മത്സ്യത്തിന് സംഭവിക്കുന്നു. 10 വർഷം നിങ്ങൾ ആരെങ്കിലും ചാള കഴിച്ചിട്ട് എത്ര വർഷമായി? നെയ്ച്ചാള കഴിച്ചിട്ട് എത്ര വർഷമായി എന്ന് ഓർത്ത് നോക്ക്. 2018 നമ്മൾ ആരും നെയ്ച്ചാള കഴിച്ചിട്ടില്ല. ഇന്ത്യൻ ഓയിൽ സാഡൻ. ഓയിൽ ഉണ്ടോ നിങ്ങളുടെ? ഇപ്പോൾ വിരൽ വണ്ണത്തിലെ ചാള നമ്മൾ കഴിക്കുന്നത്. ചാളയ്ക്ക് എന്ത് സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരു കെട്ടുകഥയല്ല, നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നു. 1, മത്സ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു. 2, മനുഷ്യർ അപ്രത്യക്ഷമാകുന്നു. 3, കരയിൽ. വി ആർ ബിറ്റ്വീൻ ഷില്ല ആൻഡ് കാരിബഡി എന്ന് പറയും. ചെകുത്താൻ കടലിലെ മത്സ്യങ്ങളുടെ ജീവിതം. കടലിൻ്റെ പുറത്ത് കരയിൽ നിന്നുള്ള ആക്രമണം നേരിട്ടുണ്ട്. നമ്മൾ കരയിൽ നിന്നുള്ള ആരുടെ ആക്രമണം? ബ്ലൂ ഇക്കോണമി. അത് കടലിലെ ആക്രമണമല്ല, അത് മനുഷ്യരുടെ ആക്രമണം, ഭരണാധികാരികളുടെ ആക്രമണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ മുദ്രാവാക്യം വികസനം. വികസനത്തിൻ്റെ പാഠം നടക്കാൻ പോകണമെന്ന് അറിയാമോ? കടപ്പുറത്ത്, കരയിലെ കാര്യം പറയണം, കടപ്പുറത്ത് നടക്കുന്ന അറിയാമോ? ഇപ്പോൾ വിഴിഞ്ഞം, ജക്കാർ എവിടാ? ഗുജറാത്ത്. കാർവാർ കർണാടക, വാടുവാൻ ബോംബെ, കാട്ടുപള്ളി തമിഴ്നാട്, സുവർണരേഖ ഒറീസ, താജ്പൂർ. 7 തുറമുഖങ്ങൾ വന്നിരിക്കുന്നു. 7 സംസ്ഥാനത്ത് 7 പാർട്ടികളാണ് ഭരിക്കുന്നത്. പക്ഷെ ആർക്കാ കൊടുത്ത മുഴുവൻ തുറമുഖങ്ങളും? അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. 607 പേജിലായി 7 പുസ്തകങ്ങളായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ബ്ലൂ ഇക്കോണമി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? കടപ്പുറത്ത് മനുഷ്യർക്ക് എന്ത് കിട്ടും? കടൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ കടലില്ല, കരയുമില്ല. ഞങ്ങൾക്ക് കരയിൽ എന്തൊക്കെ വികസനത്തിൻ്റെ വലിയ വേലിയേറ്റമാണ്. 7 തുറമുഖങ്ങൾ അത് അദാനിക്ക് കൊടുക്കുന്നു. 12 ദേശീയ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് സോണുകൾ വരുന്നു. 13 കോസ്റ്റൽ ടൂർ സർക്യൂട്ടുകൾ വരുന്നു. കപ്പൽ പൊളിശാല വരുന്നു. കപ്പൽ നിർമ്മാണശാല വരുന്നു. തുറമുഖങ്ങൾ വരുന്നു. തുറമുഖ റിലേറ്റഡ് സിറ്റികൾ വരുന്നു. കന്യാകുമാരി ഫ്ലൈറ്റ് സ്റ്റേഷൻ വരുന്നു. 2000 കിലോമീറ്റർ ദൂരത്തിലുള്ള ഇന്ത്യയിലെ കോസ്റ്റൽ കോറിഡോർ വരുന്നു. എവിടെ പോകും ഞങ്ങൾ? കേരള ഗവൺമെൻറ് ഇന്നലെ പ്രഖ്യാപിച്ചില്ലേ? എന്താണ് ഒരു പദ്ധതി? കോസ്റ്റൽ റോഡിലാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന പദ്ധതി. പുനർഗേഹം വരുന്നു. എവിടെ പോകും ഞങ്ങൾ? ഈ പുനർഗേഹത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാമോ? ഇതെന്താണ്? ഇത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ കടൽക്ഷോഭം ബാധിക്കുന്ന, ഞാനൊരു സാധാരണക്കാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കടൽക്ഷോഭം ബാധിക്കുന്നു. ആൾക്കാർക്ക് കടൽക്കരയിലും തീരത്തുമായിട്ട് താമസിക്കാൻ പറ്റില്ല. എല്ലാ വർഷവും അവരുടെ ബിൽഡിംഗ് ഇടിച്ചു പോകുന്നു, വീടിടിച്ചു പോകുന്നു, പിന്നെയും കെട്ടുന്നു. അപ്പോൾ ഇവരെ മാറ്റിയിട്ട് ഒരു ഫ്ലാറ്റ് പോലെ കെട്ടിയിട്ട് അവിടെ താമസിപ്പിക്കാനാണ് നോക്കുന്നത്. എന്താ നിങ്ങളുടെ പരാതി? യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ആചരണം ഞാൻ വിശ്വസിക്കുന്നില്ല. കടപ്പുറത്ത് ആചന്ദ്ര കാലത്തോളം നമ്മൾ കടപ്പുറത്ത് തന്നെ എത്ര കാലക്ഷോഭം ജീവിക്കുന്നു വിശ്വസിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. ഈ വിഷയം പ്രഖ്യാപിച്ച് മന്ത്രി മേഴ്സിക്കുട്ടിയും വേണ്ടി ആശയം പ്രഖ്യാപിക്കുന്നു. അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ സർവാശ്ലേഷയായി പദ്ധതി അംഗീകരിക്കുന്നില്ല, എതിർക്കുന്നുമില്ല എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ മാത്രമാണ്. ഞങ്ങളെ ഓമണി ചേർത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യം അറിയാമോ? മത്സ്യത്തൊഴിലാളികൾക്ക് 10 ലക്ഷം രൂപ വരും. എവിടെയെങ്കിലും പോയി തലം മേടിക്ക്.
ഈ കടപ്പുറത്ത് ഞാൻ ചെല്ലാനത്ത് വരുന്ന ഒരാളാണ്, കൊച്ചിയിൽ നിന്ന് വരുന്നതാണ്. ഒരു സെന്റ് സ്ഥലത്തിന് 6 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയ്ക്ക് 2 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റുമോ? വീട് വയ്ക്കാൻ പറ്റുമോ? അവരെ കടപ്പുറത്ത് മാറ്റുന്നു. അവർ എവിടെ മുളം തുടിച്ച് കൊണ്ട് വീട് വെക്കണം. മീൻ പിടിക്കാൻ പറ്റുമോ എന്നെ വന്നിട്ട്? അത് നടക്കൂല മാഷേ. പുനർഗ്രഹം അതാണ്. പക്ഷേ എന്നാൽ ആ സ്ഥലം ഒഴിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആർക്ക് കൊടുക്കും? അവിടെ ടൂറിസ്റ്റുകൾ വരാൻ പോവുകയാണ്. നമ്മുടെ CR-Z മാറ്റം പ്രഖ്യാപിച്ചില്ല മുഖ്യമന്ത്രി. കേരളത്തിലെ CR-Z 3 പ്രഖ്യാപനം മാറ്റിയിട്ട് 175 ഗ്രാമങ്ങൾ CR-Z 2 ആയിട്ട് പ്രഖ്യാപിച്ചില്ലേ? എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അതായത് കടപ്പുറത്ത് മത്സ്യങ്ങൾക്ക് വീട് വയ്ക്കാം. അവർക്ക് മാത്രമല്ല, കടലോരത്ത് കൈയടക്കുന്ന നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് ടൂറിസ്റ്റ് ലോബികൾക്കും വീട് വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലം മുഴുവൻ മേടിച്ചെടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. കടത്തിന് മത്സ്യങ്ങളെ നിൽക്കാൻ ചെയ്യുന്ന പദ്ധതി കൂടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അടുത്തൊരു റൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് റൗണ്ടിൽ നോക്കിയത് ഇതിൻ്റെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് നമ്മൾ എന്താണ് വിഷയം എന്നുള്ളതാണ്. ഇനി ഞാനിത് ഇതിനകത്തോട്ട് ഇറങ്ങാൻ പോവാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞ വളരെ ബ്രോഡായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും കുറ്റം പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബലൈസേഷൻ, ഒറ്റയടിക്ക് പറഞ്ഞാൽ പിന്നെ തീർന്നു. മനുഷ്യരല്ലല്ലോ, ഒരു പോയിന്റ് ചെയ്തിട്ട് നമുക്ക് തിരുത്താൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞൊഴിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനാരാണ് ഉത്തരവാദി? ആരെങ്കിലും ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണോ? കാരണം കറക്ഷൻ വേണമെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് വേണം, എന്തെങ്കിലും എവിടെയെങ്കിലും പോയി പറയണമല്ലോ. അപ്പോൾ വേർ ഡസ് ദിസ് പ്രോബ്ലം ലൈ? ഹൂ ഈസ് റെസ്പോൺസിബിൾ? വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? നമ്മൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊരു ക്ലാരിറ്റി കിട്ടി. സുചിത്ര, വ്യക്തികളടക്കം, സിസ്റ്റംസ് അടക്കം, നയങ്ങളടക്കം ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും നമുക്കിത് പുറത്തെടുത്തിടാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിൻ്റെ കൂടെ പിന്നെ സാറും ചാൾസ് ജോർജും പറഞ്ഞതിൽ എനിക്ക് ഒരു നമ്മൾ വിട്ടുപോയ പോയിന്റ് അല്ല, പക്ഷെ ഒന്നുകൂടി സ്പെസിഫിക് ആക്കേണ്ട പോയിന്റ്, നമ്മൾ കടൽ ചൂട് പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കടൽ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈയിടെ വൈപ്പിനിൽ ഒരു കവർ സ്റ്റോറി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ജനസാന്ദ്രത ഇത്രയും കൂടിയ വൈപ്പിനിൽ ഞാൻ പോയി നോക്കുമ്പോൾ സലൈൻ ഈ ഉപ്പുവെള്ളം കൂടി വരികയാണ്. പലയിടത്തും വെയിൽ ദിന വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. വെയിലുള്ള സമയത്ത് കൂടി വെള്ളപ്പൊക്കമാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം വീടുകളിലൊക്കെ സ്ത്രീകൾ കല്ലൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കുക്ക് ചെയ്യുന്നു. സ്ത്രീകൾക്ക് പ്രസവ വേദന തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രസവ സമയത്ത് അവർ പുറത്ത് പോയി വീടെടുത്ത് താമസിച്ച് പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇങ്ങനെ പണ്ടുണ്ടായിരുന്ന ആ വെള്ളപ്പൊക്കം പിന്നെ സലൈൻ വാട്ടർ കയറിയ സ്ഥലം മാത്രമല്ല, ഇപ്പം പരന്ന് കയറുകയാണ്. അപ്പം കടൽ നിരപ്പ് ഉയരുകയാണ്. അപ്പം കടൽ നിരപ്പ് ഉയർന്ന സമയത്ത് ശ്രീധർ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. തീരത്തിൽ നമ്മൾ എന്ത് നിർമ്മിതി ചെയ്താലും ആ തീരത്തിൻ്റെ കോസ്റ്റൽ ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കടലിന് വരുന്ന മാറ്റത്തിൻ്റെ പ്രധാന ഉത്തരവാദി മനുഷ്യർ തന്നെയാണ് എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഒരു ബ്രോഡായിട്ടുള്ള പിന്നെ രീതിയിൽ കടലിന് പല മാറ്റങ്ങളും ശാസ്ത്രീയമായിട്ട് വരുന്നുണ്ടാവാം. പക്ഷെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ കടൽ നിരപ്പ് ഉയരുന്നതും കടൽ കൂടുതൽ അസിഡിക് ആവുന്നതും കടലിലെ ജൈവ വൈവിധ്യം കുറയുന്നതും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ ഉത്തരവാദികൾ മനുഷ്യരാണ്, ഗവൺമെൻറ്റുകളാണ്, നയങ്ങൾ തീരുമാനിക്കുന്നവരാണ്, എല്ലാവരും കൂടി ആണ്. പക്ഷേ പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികളല്ല കടലിന് മാറ്റം വരുത്തുന്നത്. അവരാ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരല്ലാത്ത പുറത്തുള്ള മറ്റ് മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ടാണ് ശരിക്കും ഇപ്പോൾ ചാൾസ് സൂചിപ്പിച്ചതുപോലെ കടലിൻ്റെ നമ്മൾ ഗുജറാത്തിൻ്റെ തീരം എടുത്തിട്ടുണ്ടെങ്കിൽ ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കേരളത്തിലെ വിഴിഞ്ഞം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, ഇങ്ങനൊരു മാല പോലെ കിടക്കുന്ന ആ തുറമുഖങ്ങൾ മിക്കതും പറഞ്ഞാൽ ഒരു 13-14 തുറമുഖങ്ങളും അതിൻ്റെ ടെർമിനൽസും അദാനിക്കാണ്. അപ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനികളും ഗവൺമെൻറ്റും നയങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് അതിലൊരു സേ ഇല്ല. അവർക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ആ ഉത്തരവാദിത്തത്തിൻ്റെ. കോർപ്പറേറ്റ് കമ്പനികൾ ഉത്തരവാദികളാണ്, സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവാദിയാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉത്തരവാദികളാണ്. വികസനം എന്നും ഒരൊറ്റ ചിന്ത, വികസനത്തിനല്ല പ്രശ്നം. ഒരു
എന്താണ് വികസനം? ഇത് ആരെയാണ് ബാധിക്കുന്നത്? ഇത് നമ്മൾ തന്നെ ഇരിക്കുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് നമ്മൾ വെട്ടുകയാണോ? എന്താണ് വികസനം എന്ന് ചിന്തിക്കാതെ ഉള്ള ഒരു തരം വികസനം മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ മാധ്യമപ്രവർത്തകയായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം വിഴിഞ്ഞം പോലെയൊരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ ഇത് ആരുടെ സ്വപ്നമായിരുന്നു? മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം സ്വപ്നം കണ്ടിരുന്നോ? വിഴിഞ്ഞം തുറമുഖം അതെങ്ങനെ അദാനിക്ക് പോയി? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഈ CRZ കാര്യം പറയുമ്പോൾ CRZ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1991 ആദ്യത്തെ CRZ വരുന്നു, കോസ്റ്റൽ റെഗുലേഷൻസ് ഓൺ 2011 വരുന്നു. 2019 ആകുമ്പോഴത്തേക്കും അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ വികസനം? ആ വികസനം എന്ന് പറയുന്ന സംഗതികൾ ആരാണ് തീരുമാനിക്കുന്നത്? നമുക്ക് പറയാം വിഴിഞ്ഞം വരട്ടെ, വിഴിഞ്ഞം കേരളത്തിനും ഇന്ത്യക്കും വലിയ തോതിൽ വികസനം ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കുന്നുണ്ടോ? ആരാണത് അസസ് ചെയ്യുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കാണ് ശ്രീധർ ചോദിക്കുന്ന ഈ ആരാണ് ഉത്തരവാദി എന്ന ചോദ്യം ചോദിക്കുന്നത്. കടലിനുള്ള മാറ്റങ്ങൾക്ക് എന്തായാലും പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഉത്തരവാദിത്വമില്ല. സർ, ഇതൊരു എനിക്കറിയാം, ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് അതും ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് സയൻറ്റിഫിക് റീസൺസ് തന്നെ. ക്യാൻ യു ആസ് ഡീപ്പ് ആസ് പോസിബിൾ ഈ വാട്ട് ഡു യു പോയിന്റ് ഔട്ട്? വൈ ഈസ് ദിസ് ഹാപ്പനിങ്? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഓർ വാട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി? ഹൗ ക്യാൻ കറക്ഷൻസ് ബി ഡൺ? കറക്ഷനിലേക്ക് നമുക്ക് അടുത്ത റൗണ്ടിൽ വരാം, പക്ഷേ ഹൗ ക്യാൻ ഇറ്റ് ബി ഡൺ? ഞാനിവിടെ സൂചിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അത് ഔദ്യോഗികമായി സർവകലാശാലയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ലൈവ്ലിഹുഡ് എൻഹാൻസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയും നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെടുത്തിയും നമ്മുടെ പ്രോട്ടീൻ സുരക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയും നമ്മുടെ ആളോഹരി വരുമാനവും നമ്മുടെ ആളോഹരി മത്സ്യ ഉപഭോഗവും ഇതെല്ലാം വർദ്ധിപ്പിക്കേണ്ടത് ഏതൊരു പോളിസി മേക്കറിനെയും പ്ലാനറെയും സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കടലുകളെ പ്ലൂറൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഏറ്റവും സസ്റ്റൈനബിളായിട്ട് ഉപയോഗിക്കുക എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. അത് ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് നാളത്തെ തലമുറയ്ക്ക് കൂടി, നമ്മുടെ കുട്ടികൾക്ക് കൂടി, ഇനി അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി എങ്ങനെ ഉപകാരപ്രദമാവും എന്നുള്ളൊരു ചിന്ത വേണ്ടതുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അത് 71% പിന്നെ വിസ്തൃതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് വേണ്ട എന്നുള്ളൊരു നിലപാട് എടുക്കാനേ സാധ്യമല്ല. ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് വരേണ്ടതുണ്ട്. അതിന് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ആംഗിൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. പോർട്ട് നിർമ്മിക്കുന്നത് ഏത് വ്യവസായി ആയാലും, ഇനിയിപ്പോൾ അമേരിക്കൻ വ്യവസായി ആയാലും, അല്ലെങ്കിൽ ഏതാണോ അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ട് അത് നടക്കും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് നടക്കുമ്പോൾ നമുക്ക് ശ്രീമതി സൂചിപ്പിച്ചതുപോലെ നമുക്ക് അതെങ്ങനെയാണ് ഉപകാരത്തിൽ കൊള്ളിക്കുക എന്നുള്ള ശാസ്ത്രീയമായ ഒരു ചിന്തയും കാഴ്ചപ്പാടുമാണ് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് വിദ്യാഭ്യാസത്തിന് വലിയൊരു പങ്കുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു മലയാളി സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്ത് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഫിഷറീസിനും ഓഷ്യൻ സയൻസിനും ഒരു സർവകലാശാല എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവന്ന് നമ്മുടെ സർക്കാരാണ്. അത് 1979 ഫിഷറീസ് കോളേജ് എന്ന് പറഞ്ഞ ചെറിയ ഒരു സ്ഥാപനം സ്ഥാപിതമാവുകയും അതിനുശേഷം 2011 അതിനൊരു വിശാലമായ ലോകാർത്ഥത്തിൽ തന്നെ അതിനൊരു സിഗ്നിഫിക്കൻസ് വേണം എന്നുള്ളൊരു ചിന്തയോടുകൂടി കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവരുന്നു. എന്തിനാണ്? ഇതിനെപ്പറ്റി അറിയണം, പഠിക്കണം, അതിനുവേണ്ടി കൃത്യമായ പ്രൊഫഷണലുകൾ വേണം, അതിന് കൃത്യമായി ഉപജീവനാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു തലമുറ വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പം അത്തരം ചുവടുവയ്പ്പുകൾ സർക്കാർ നടത്തുമ്പോൾ പിന്നെ ഇതിനെ എല്ലാം ഒരു സഹകരണ മനോഭാവത്തോടെ കാണുക എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കാണുന്നത്.
പിന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ പിന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയൊക്കെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 20% സംവരണം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ലോകത്തെ തന്നെ ഒരേ ഒരു സർവകലാശാലയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എല്ലാ കോഴ്സിലും 20% സംവരണം കൊടുക്കുന്നു. അത് BFSC കോഴ്സിനൊക്കെ ആണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി സംവരണം. ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും നമ്മളത് സൂപ്പർ ന്യൂമറി ആയിട്ടുള്ള ഒരു പിന്നെ റിസർവേഷൻ. ആ രീതിയിൽ വരുമ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത്. അപ്പം കടലിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് വരുന്ന എനിക്കുള്ളതിനേക്കാൾ വളരെ വളരെ ചിന്തയും വളരെ വളരെ ഹൃദയമിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഈ ഞങ്ങളുടെ ഈ വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് ഉണ്ടാവുള്ള സർക്കാർ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഡ്രഡ്ജറി എന്ന് നമ്മൾ പറയുന്ന വലിയ കായികാധ്വാനം വേണ്ടുന്ന വലിയ രീതിയിലുള്ള അതിലേക്ക് മാത്രം തിരിച്ചുവിടാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജനസമൂഹം പരിഷ്കൃതമായ ഒരു ജനസമൂഹം അത് ആഗ്രഹിക്കുന്നില്ല. ഖനിത്തൊഴിലാളികളെക്കാൾ വളരെ പിന്നെ റിസ്ക് ഉള്ള വലിയ പിന്നെ നമ്മളെ പ്രതിസന്ധി നേരിടുന്ന ഖനിത്തൊഴിലാളികളെക്കാൾ ജീവൻ അപായപ്പെടുത്തി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ പണി അതേ അർത്ഥത്തിൽ അത് വേണ്ട. മറിച്ച് ഇപ്പോൾ നോർവേ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി അതുപോലെ തന്നെ അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ആ ടീമിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്കുണ്ടാവാൻ അവസരം കിട്ടി. അവിടെയൊക്കെ വലിയ 45 മീറ്റർ 50 മീറ്റർ നീളമുള്ള വലിയ വെസലുകൾ നിയന്ത്രിക്കുന്നത് ആകെ 4 പേരാണ്. ഒരു ക്യാപ്റ്റൻ തന്നെ ക്രൂ ആയി മാറുകയും 3 തരത്തിലുള്ള നെറ്റുകൾ അവർ സീസണലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇതാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി വികസനമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സ്വപ്നം അതല്ലല്ലോ. നമുക്ക് നമ്മുടെ ചെറിയ വള്ളങ്ങളിൽ പോലും 45 പേർക്കും 50 പേർക്കും തൊഴിൽ അവസരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പം ഇത് തന്നെ ഇപ്പോൾ 58% പേര് നമ്മുടെ അതിഥി തൊഴിലാളികളാണ് എന്നുള്ളൊരു നിരീക്ഷണം CMFRയിൽ നിന്ന് പഠനത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആളുകളും അതിൽ നിന്ന് മാറുന്നു. അപ്പം മിസ്റ്റർ ചാൾസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ഇപ്പം നമ്മളെല്ലാം തൊഴിലിടങ്ങളിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ 10-20 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട്, ചില ആളുകളൊക്കെ 4 മണിക്ക് തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യുന്ന പലരും 4 മണിക്ക് 5 മണിക്കായിരിക്കും വീട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും. പക്ഷേ ഇവർക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ കൊണ്ട് 50 മീറ്ററിലും 100 മീറ്ററിലും വെച്ച് ഈ ടൗട്ടയും ഓക്കിയും അദ്ദേഹം പറഞ്ഞ നീണ്ട ലിസ്റ്റും അവരെ അതിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ സർക്കാരുകൾക്ക് ഒരിക്കലും സാധ്യമല്ല. അവർക്ക് ഹൈ റേസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ വേണം. അതുവരെയായിട്ട് ചർച്ച നടത്തിയിട്ട് തന്നെയാണ് അത്തരം തീരുമാനങ്ങൾക്ക് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്നുള്ളതാണ് എനിക്ക് ഈ റൗണ്ടിൽ പറയുവാനുള്ളത്. താങ്ക് യു. ചാൾസ്, നിങ്ങളിത് രണ്ടുപേരെയും കേട്ടു. ഞാനിപ്പോഴും ഈ ആരാണ് എന്താണ് എവിടെയാണെന്ന് നോക്കുമ്പോൾ ഞാൻ പിന്നെയും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു കാലത്ത് സുസ്ഥിരമായി ചെയ്തിരുന്നത് ഇന്ന് പിന്നെയും നമ്മളോട് പറയുകയാണ് സുസ്ഥിരമായി ചെയ്യണമെന്ന്. ടെക്നോളജി വല്ലാതെ വികസിച്ചിട്ടുണ്ട്, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. പല മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള പലവർക്കും ഇന്നിപ്പോൾ മത്സ്യപിടിക്കുന്ന ബന്ധനം ഒരു തൊഴിലായി നടത്തണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ കൾച്ചറലിയും സോഷ്യലിയും ഇപ്പോഴും അത്തരത്തിൽ തന്നെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്, ലക്ഷങ്ങളിൽ തന്നെയുണ്ട്. എന്നാൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ കുറച്ച് പ്രഷേഴ്സ് ഉണ്ട്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, ഉൽപ്പാദനമുണ്ടാവണം. അത് ഇത്രയും മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് അവിടെ ചെന്ന് കർഷകരുടെ മേഖലയിൽ അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ ഇൻറ്റൻസീവായിട്ടുള്ള ഫാമിങ്ങും കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒക്കെ വന്നിട്ട് ആ കാർഷിക മേഖലയെ തകർത്തത്. ഇപ്പോൾ തിരിച്ച് ജൈവ രീതിയിലുള്ള കൃഷിയും ഓർഗാനിക്കും നാച്ചുറലും ഒക്കെ സാറും അതിൻ്റെ ഒരു വലിയ പ്രൊമോട്ടറാണെന്ന് എനിക്കറിയാം, അക്വാ കൾച്ചറിൻ്റെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ അത്തരത്തിൽ കാർബൺ ന്യൂട്രാലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും ഈ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ പോളിസി, ഈ പറഞ്ഞ ഇൻ്റർവെൻഷൻസ്, ഇതിനകത്തുള്ള വലിയ പ്ലെയേഴ്സ്, നിങ്ങൾക്ക് എന്താണ് അവരെല്ലാവരും? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇവരൊക്കെ തന്നെയാണോ നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത്? അല്ല ശ്രീധര, അതല്ല. ഞാനിരിക്കുന്നത് ഈ കേരളത്തിലെ ധീരയായൊരു വനിതയുടെ അടുത്താണ്. അവർ 5-8 വർഷം മുമ്പ് ദന്തേവാദ, സുക്മ, ബീജാപ്പൂർ പ്രദേശങ്ങളിൽ സന്ദർശിച്ച ഒരു സ്ത്രീയാണ്, വനിതയാണ്. ധീരയായ വനിത പറഞ്ഞാൽ അവരെ മുഴുവൻ കൊന്നൊടുക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഗവൺമെൻറ്. നക്സലുകളെ ഈ മാർച്ച് 26 പൂർണ്ണമായി തുടച്ചു നിൽക്കുന്ന പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യമല്ലോ. അവിടെയാണ് ഇതിന് ഏറ്റവും വലിയ സമ്പത്ത് കിടക്കുന്നത്. ഏറ്റവും വലിയ കോൾ മൈൻസ്, ഖനിജങ്ങൾ അവിടെ കിടക്കുകയാണ്. ആദിവാസികളുടെ ഭൂമിയാണത്.
1928 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമമാണ് ഇന്ത്യൻ ഫോർത്ത് റൈറ്റ് ആക്ട് അല്ലേ? അതിന് ഇതുമായിട്ട് ബന്ധമുണ്ട്. ആ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് ആർക്ക് കൊടുക്കുന്നത്? അദാനിക്ക് കൊടുക്കുകയാണ്. ആദിവാസികളോട് നാട്ടി കൊടുക്കുകയാണ്. ഇന്ത്യയിൽ നടക്കുന്നത് ലളിതമായി പറഞ്ഞാൽ പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ. ആ വാക്ക് കൊടുത്തിരിക്കുക, എഴുതി വയ്ക്കുക. പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് മൂലധനത്തിൻ്റെ പ്രാഥമിക സഞ്ചയം പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിക്കാതെ കൊടുക്കുകയാണ്. ആദിവാസികളെ നക്സൽ വേട്ടയുടെ പേരിൽ അവിടെ നിന്ന് നിർമ്മാണം ചെയ്യല്ലേ നടക്കുന്നത്. അതാണ് കടലിൽ നടക്കുന്നത്. അതാണ് ബ്ലൂ ഇക്കോണമി. കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളി നിൽക്കാതെ കേന്ദ്ര ഗവൺമെൻറ് എന്താ കാണുന്നത്? അവർ കടലിനെ കാണുന്നില്ല, മനുഷ്യനെ കാണുന്നില്ല. അവർ ഉൽപ്പന്നങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ വിമർശനം. ഉൽപ്പന്നങ്ങളെ കാണുന്നു, ഉൽപ്പാദകരെ കാണുന്നില്ല. ആരാണ് ഉൽപ്പാദകർ? മത്സ്യത്തൊഴിലാളികൾ. ഇന്ത്യയുടെ ഉൽപ്പാദനത്തിന് പ്രത്യേകത അറിയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകളുടെ രാജ്യം ഇന്ത്യയാണ്. നിങ്ങളറിയണം, ഇന്ത്യയിൽ 3,14,757 ആനകളുണ്ട്. ചെറിയ വഞ്ചി പോലും 50 പോകുന്ന വഞ്ചി വരെയുള്ള 3,14,757 യാനങ്ങളുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന യാനങ്ങളുള്ള ലേബർ ഇൻറ്റൻസീവാണ് നമ്മുടെ കടൽ മേഖല. ആ മേഖലയിലേക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവായ വ്യവസായങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാവും? അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ നേരത്തെ നോർവേയെക്കുറിച്ച് മാഷ് പറഞ്ഞല്ലോ. നോർവേയിലും ഇന്തോനേഷ്യ എല്ലാ രാജ്യങ്ങളിലും യൂറോപ്പിലെ കടൽ നമ്മുടെ കടൽ വ്യത്യാസമുണ്ട്. അത് ടെമ്പറേറ്റ് വാട്ടർ എന്ന് പറയും. അത് തണുത്ത കടലാണ്. അവിടെ മുഴുവൻ വെൻകിര കപ്പലുകളുള്ളത്. 2 പേര് 3 പേര് എടുത്താൽ മതി. ഇവിടെ ലേബർ ഇൻറ്റൻസീവാണ്. ഈ മേഖലയിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായ വ്യവസായങ്ങളും കൊണ്ടുള്ള ഗവൺമെൻറ് തീരുമാനത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഞങ്ങളുടെ ഉപജീവനത്തിൻ്റെ വിഷയമാണ്. ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് എവിടെ പോകും? ഇപ്പം അറിയാമോ, ഞങ്ങൾ സമരം കൊണ്ട് 1977 ഇന്ത്യ ഗവൺമെൻറ് ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്റ്റിനെ എതിർത്ത് പരാജയപ്പെടുത്തിയവരാണ്. 81 ഡീപ് സീ ഫിഷിംഗ് പോളിസി പരാജയപ്പെടുത്തിയവരാണ്. 91 ന്യൂ ഡീപ് സീ ഫിഷിംഗ് പോളിസി കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ്. ഞങ്ങൾ ഒന്നിച്ച് വലിയ സമരം നടത്തി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യ സമരകാലത്തുമില്ലാത്ത അത്രയും ഐക്യത്തോടെയും ആർജവത്തോടെയും ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളി സമരം ചെയ്തു. ഗവൺമെൻറ് മുരാരി കമ്മിറ്റി വെച്ചല്ലോ, അത് പരാജയപ്പെടുത്തി ഞങ്ങൾ. അതിനുശേഷം 2002 വാജ്പേയി ഗവൺമെൻറ് LOP കൊണ്ടുവന്നു, ലെറ്റർ ഓഫ് പെർമിറ്റ് കൊണ്ടുവന്നു, സംയുക്ത സമരം. അത് ഞങ്ങൾ പരാജയപ്പെടുത്തി. 2014 മീനാകുമാർ റിപ്പോർട്ട് കൊണ്ടു. ഞാൻ അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ ആളാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അത് ഞങ്ങൾ പരാജയപ്പെടുത്തി. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അന്നൊക്കെയുള്ള പോളിസി അറിയാമോ? ആഴക്കടൽ, ഇന്ത്യക്ക് എക്സ്ക്ലൂസീവ് എക്കണോമിക്സ് 200 നോട്ടിക്കൽ മൈൽ നമ്മുടെ കടലാണ്. അതിന് പുറത്തുള്ള കടലിലെ മീൻപിടുത്തത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് അറിയാമോ? കഴിഞ്ഞ നവംബർ 4 ഗവൺമെൻറ് ഓർഡർ ഇറക്കിയേക്കാണ്. ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത്, അതായത് 12 നോട്ടിക്ക് മേൽ നമ്മുടെ കേരളത്തിൽ അവകാശമാണ്. അതിന് തൊട്ടടുത്ത് വരെ വൻകിട കപ്പലുകൾക്കൊന്നും പിടിക്കാം. ഏതാ പിടിക്കണവർ? 60 മീറ്റർ നീളമുള്ള പേഴ്സിനുകൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 50 മീറ്റർ നീളമുള്ള ലോങ് ലൈൻ കൊടുക്കുന്നതിന് ആരാ ആദ്യം നഷ്ടപ്പെടുന്നത്? ആദ്യം ഇന്ത്യയിലെ ട്രോൾ ബോട്ടുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. രണ്ടാമത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ അവിടെ നിന്നല്ല വരുന്നത്. അത് മുഴുവൻ പിടിച്ചെടുക്കുക. എവിടെ പോകും ഞങ്ങൾ കാരണം ആശ്രയം? ഞങ്ങൾ അന്യാധീനപ്പെടുന്ന സമൂഹമാണോ? ഞങ്ങൾ കടലിൽ നടന്മാരല്ലേ? ഞങ്ങൾ അങ്ങോട്ട് പോകും. എവിടെ പോകും? ഇത് ചോദ്യം ഞാൻ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഞങ്ങളൊക്കെ തമ്മിൽ യുദ്ധമാണല്ലോ. ആ യുദ്ധത്തിൻ്റെ ഞങ്ങൾക്ക് യോഗം കൂടാൻ നേരമില്ല. ആ യുദ്ധത്തിലേക്ക് എല്ലാവരും. അത് കഴിഞ്ഞാലും കടലിലെ വിഷയം തുടർച്ച ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. കാരണം ആരാണ് കടൽ ഉടമസ്ഥർ? ആർക്കാണ് അവകാശം? ഞങ്ങൾക്കെല്ലാം അവകാശം. ഈ അവകാശം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. കടലിലെ വൻകിട കുത്തുകൾക്ക് കൊടുക്കുക. കടലിൽ അത് മാത്രമല്ല, നമ്മുടെ കൊല്ലം നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ബിജുകുമാറാണ് ലേഖനം എഴുതിയത്. കടലിൽ നിന്ന് മണ്ണെടുത്ത് കഴിയുമ്പോൾ കരയിൽ നിന്ന് മണ്ണ് വലിക്കും. നമ്മുടെ ബീച്ചുകളൊക്കെ അപ്രത്യക്ഷമാകും. കടലിൽ മീനില്ലാതാവും, ബീച്ചുകൾ അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ഇത് പരിസ്ഥിതി വിരുദ്ധമാണ്, മനുഷ്യർക്കെതിരാണ്, തൊഴിലാളികൾക്കെതിരാണ്. ഈ നയത്തെ എതിർത്ത് പരാജയപ്പെടുത്തുന്നതിനാണ് ഞങ്ങളുടെ നിലപാട്. ഒരു റെസ്പോൺസ് ഒരു പോയിന്റും കൂടി എനിക്ക് ചാൾസ് പറഞ്ഞതിൽ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. വൈപ്പിൻ ഭാഗത്ത് പോയ സമയത്ത് അവിടെ വളരെ പഴയ ശ്രാങ്കുകളെ അവിടെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഈ കടൽ തീരത്ത് ചെറിയൊരു കുഴി കുഴിച്ചാൽ അതിൽ ശുദ്ധവെള്ളം കിട്ടുമായിരുന്നു. ഇപ്പോൾ ആ ശുദ്ധവെള്ളം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് അതുകൊണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം അതിൻ്റെ അവസാനത്തെ പോയിന്റിലാണ് ചെല്ലാനും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ശരിക്കും ഒരു ജലയുദ്ധം തന്നെ നടക്കുന്നുണ്ട്, കുടിവെള്ളത്തെ പിന്നെ ചൊല്ലിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കടൽ തീരത്തുണ്ടായിരുന്ന ആ ശുദ്ധവെള്ളം, ചെറിയൊരു കുഴി കുഴിക്കുമ്പോൾ ശുദ്ധവെള്ളം കിട്ടിയിരുന്നത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കടൽ തീരത്തുണ്ടാവുന്ന നിർമ്മിതികൾ ആ സലൈൻ വാട്ടർ ഇൻക്രീസ്, ഉപ്പുവെള്ളം കൂടുതൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം ഈ കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടാവുന്ന നിർമ്മിതികളാണ്. അപ്പം നമ്മൾ കോസ്റ്റൽ ഏരിയയിൽ ഒരു നിർമ്മിതിയും വേണ്ടാന്നോ അല്ലെങ്കിൽ തീർത്തും നമ്മൾ വികസന വിരുദ്ധരായിട്ട് സംസാരിക്കുന്നതല്ല. പക്ഷെ കടൽ എന്നുള്ളത് നമുക്ക് വേണ്ട കുറേ വിഭവങ്ങൾ മാത്രം വെച്ചിട്ടുള്ളൊരു സംഗതിയല്ല. നമുക്ക് വേണ്ട കുറേ വിഭവങ്ങളുള്ളൊരു പാത്രമല്ല കടൽ. കടൽ വളരെ വലിയൊരു ഇക്കോസിസ്റ്റമാണ്. ആ കടലിലാണ് കരയെ ബാധിക്കുന്നത്. ഇപ്പം നേരത്തെ ശ്രീധർ ചോദിച്ചിരുന്നു
വിഴിഞ്ഞത്തെ ആ 3 കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ പശ്ചിമഘട്ടം എങ്ങനെ തകർന്നു നോക്കുമ്പോൾ 1,25,000 ടൺ കല്ല് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തിൽ നിന്നും കൂടാതെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇക്കോസിസ്റ്റങ്ങളെ കടൽ തീരത്തെയും നമ്മൾ ബാധിക്കുന്നുണ്ട്, പിന്നെ വെസ്റ്റേൺ ഗാർഡ്സിനെയും. നമ്മൾ ജീവിക്കുന്ന ആ ചെറിയൊരു ഇക്കോസിസ്റ്റം നോക്കുന്ന സമയത്ത് നമ്മൾ ചെകുത്താനും നമ്മൾ വലിയൊരു മലനിരക്കും ഒരു കടലിനും ഇടയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇത് മുഴുവൻ തകർക്കുന്ന. ക്ലിയർ. സോ ഇതിൽ എനിക്ക് അടുത്ത ഒരു ഫൈനൽ റൗണ്ട് ഒരു 2 മിനിറ്റ് വെച്ച് ഓരോരുത്തർ എടുക്കാം. അതിന് മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ കടലിൽ വരയ്ക്കുന്നത് പോലെയാണ് ഈ പറഞ്ഞ 50 കിലോമീറ്റർ അപ്പുറത്ത് മത്സ്യം മറ്റേ വൻകിട ബോട്ടുകൾക്ക് പിടിക്കാം, അപ്പോൾ നിങ്ങൾ ഇപ്പുറത്ത് 50 ഇപ്പുറത്തുള്ളവരെ ബാധിക്കില്ല എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊരു മണ്ടത്തരമാണെന്ന്. കാരണം കടൽ അങ്ങനെ അനന്തമായി കിടക്കുകയും മത്സ്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും പ്രജനനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു എന്നിട്ട് ഇവിടുന്ന് കടലിൽ നിന്ന് നമ്മുടെ എസ്റ്റോറീസിലൊക്കെ വന്ന് കയറിയിട്ടാണ് മുട്ടയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുകളിൽ നിന്നുള്ള ഡാം തൊട്ട് എല്ലാ തടസ്സങ്ങളും കടലിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പഠനമുണ്ട്. നമ്മുടെ ഈ കടലൂർ തഞ്ചാവൂർ ഡെൽറ്റ ഏരിയ എന്ന് പറയുന്നത് കൃഷിയുടെ റൈസ് ബൗളാണ്. അതിൻ്റെ അടിയിൽ മുഴുവൻ ഇപ്പോൾ ഉപ്പുവെള്ളം കയറുകയാണ്. എത്ര കിലോമീറ്റർ 50 മുകളിൽ 100 കിലോമീറ്റർ അടുപ്പിച്ച് ഈ ദൂരമുണ്ട് കടലിൽ നിന്ന്. പക്ഷേ അടിയിൽ മുഴുവൻ ഉപ്പുവെള്ളം കയറി. എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങോട്ടുള്ള ഒഴുക്കില്ല പണ്ടത്തെ പോലെ. അത് മൊത്തം നമ്മൾ ഡാം ചെയ്തു. അപ്പോൾ കടലിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ക്ഷോഭം വരുമ്പോഴത്തേക്ക് എല്ലാം കയറുകയാണ്. തിരിച്ചു പോകുന്നുമില്ല. ഇവിടുത്തെ ക്രീവ്സിലൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഗ്രൗണ്ട് വാട്ടറിൻ്റെ അടിയിൽ മൊത്തം ഉപ്പുവെള്ളമാവുകയാണ്. ഇതൊക്കെ സസ്റ്റൈനബിലിറ്റിയുടെ എന്തെങ്കിലും സിമ്പിളാണോ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അത്തരത്തിലുള്ളൊരു മാക്രോ ഇമ്പാക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള റിയാലിറ്റി. ഇപ്പോൾ ഞാൻ ഫൈനലി എനിക്ക് ഒരു റൗണ്ടിൽ ഞാൻ അവസാനമായിട്ട് 2 മിനിറ്റ് വെച്ച് പറയാം. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ കൂടുതൽ ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. ചോദ്യം ഇതാണ്, നമ്മുടെ മനസ്സിൽ എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്? എന്ത് ചെയ്യാൻ കഴിയും? അത് നയപരമായിട്ടാണോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ പോലെ സമരം ചെയ്താൽ പരിഹാരമാകുമോ? ചാൾസിനടുത്ത് എനിക്ക് ചോദിക്കാനുള്ളൂ, സമരം ചെയ്ത് എത്ര വർഷമായിരുന്നു? ഞാനും ഇദ്ദേഹവും കൂടെ ഡൽഹിയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെതിരെ പോയിട്ടുണ്ട്. റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ഇന്ത്യ സൈൻ ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, തീർന്നേനെ നമ്മൾ, ഇല്ലേ? കാരണം ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡ്യൂസേഴ്സിൻ്റെ രാജ്യങ്ങളാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് പരിഹാരമായിട്ട് 2 മിനിറ്റ് സാർ, വാട്ട് ഡു യു തിങ്ക് ഇസ് എ വേ ഫോർവേഡ്? ഇപ്പോൾ നമ്മൾ livelihoods are important, production may be important, but livelihoods at the end of the day are really important. അവർ തീർന്നുകൊണ്ടിരിക്കുക. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഞാൻ അവസാനമായി പിന്നെ സംഗ്രഹിക്കാൻ വേണ്ടി പറയുന്നു, കടലുമായി ഉള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മളൊരു സുസ്ഥിരമായ കാഴ്ചപ്പാടോടുകൂടി തുടർന്ന് തന്നെ മതിയാവുകയുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നമാണ്, തൊഴിൽ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇവിടെ ആദ്യം ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കടൽ എന്നുള്ളത് ഒരുപാട് മുത്തും പവിഴവും ഒക്കെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളുടെയൊക്കെ നമ്മൾ പിന്നെ കരയിൽ അവിടെ കോറികൾ ഉണ്ടാക്കി കുഴിച്ചെടുക്കുന്നതിനേക്കാളൊക്കെ വളരെ ലളിതമായി നമ്മുടെ ഡീപ്പ് ഓഷ്യൻസിന് ഇതിനെല്ലാം ഉള്ള സോഴ്സ് ഉണ്ട്. അത് കാലാകാലങ്ങളായി അവിടെ അടിഞ്ഞ് കിടക്കുന്ന ഏറ്റവും വളരെ വില പിടിച്ച മൂലകങ്ങളുടെ വലിയ സ്രോതസ്സ് കടൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, കടൽ ഖനനം വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വേണ്ടി വരുമായിരിക്കും. പക്ഷേ വേണ്ടി വരുമ്പോൾ ഖനനം നടത്തുമ്പോൾ അതിനെ ചുറ്റുപാടുമുള്ള 25 50 അല്ലെങ്കിൽ 100 സ്ക്വയർ കിലോമീറ്റർ വലിയ രീതിയിലുള്ള ടർബിഡിറ്റി അഥവാ കലക്കലുണ്ടാവില്ലേ? അത് അവിടുത്തെ മത്സ്യ ആവാസ വ്യവസ്ഥയെ ബാധിക്കില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതുണ്ടാവും എന്നുത്തരം. പക്ഷേ അതിനും പുറത്ത് ഇതൊക്കെ നടക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അതിനും ശരി തന്നെയെന്ന് ഉത്തരം. അപ്പം ഇതിന് ഒരു സുസ്ഥിരമായ കൃത്യമായ ശാസ്ത്രത്തിൻ്റെ ഒരു പിന്നെ ആ കണ്ണോടെ അക്കാഡമിഷ്യൻസിൻ്റെ സഹായത്തോടെ മറ്റു സ്ഥാപിത താല്പര്യങ്ങൾ അതിനകത്തേക്ക് ഒരു തരത്തിലും ഇൻ്റർവ്യൂ ചെയ്യാതെ ഇതിലെല്ലാം ഞാൻ പറയുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലിട്ടിട്ട് തന്നെയാണ്. അത് ഈ പറഞ്ഞതേ മെർത്തനും ഫെന്നിസ് വായിച്ചിട്ടില്ല നമ്മൾ. അതിൽ പോർച്ച് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അന്റോണിയോട് ചോദിക്കുന്നുണ്ട്. അന്റോണിയോടല്ല, ഷൈലോക്കിനോട്. അതായത് നിങ്ങൾ തുടർന്ന് മാംസം എടുത്തോളൂ, പക്ഷെ തുള്ളി രക്തം വരരുത്.
അത് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള മാഷോട്. അതെനിക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം, ഈ സംസ്ഥാനത്തെ ഏറ്റവും ആദ്യത്തെ ഇക്കോളജിയിലെ പോളമൊക്കെ നടന്ന ജില്ലയാണ് എൻ്റെ ജില്ല. കൊച്ചി തുറമുഖ നിർമ്മാണം അത് ബ്രിട്ടോ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ തർക്കം നടന്നു. കൊച്ചി രാജ്യത്തെ ചീഫ് എഞ്ചിനീയർ, അയാളുടെ പേര് ബ്രൗണിംഗ് ആണ്, അയാൾ പറഞ്ഞു, മിസ്റ്റർ ബ്രിട്ടോ, നിങ്ങളിങ്ങനെ തുറമുഖം ഉണ്ടാക്കിയാൽ തെക്കൊഴിച്ച് കടൽ കയറും. തെക്കൊഴിച്ച് കടൽ കയറി പിറ്റേ വർഷം തന്നെ അതിന് വലിയ രീതിയിൽ 3 സാങ്കേതിക പരിഹാരം പറഞ്ഞു. ഒന്ന്, കടലിൽ ചെയിൻ ഇടണം, അത് മരക്കുറ്റി അടിക്കണം, ടെട്രാപോഡ് ഇടണം. അയാൾ പറഞ്ഞു, ഇതൊന്നും നിർദ്ദേശിച്ച് അംഗീകരിച്ചില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വലിയ വെള്ളപ്പൊക്കം കയറി, കടൽ കയറി. അങ്ങനെ നമ്മുടെ നാട്ടിൽ റിസോഴ്സ് മുഴുവൻ അന്ന് പോയതാണ്. അന്ന് തുടങ്ങിയാണ് കേരളത്തിൽ കലയിലുള്ള പരിപാടി. ഇന്ന് തൊട്ട് ഇത് തീർന്നില്ല. ഇതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ ഇക്കോളജിയുടെ ആളല്ല. മനുഷ്യർ വികസിക്കണം, സമൂഹം വികസിക്കണം, ഇക്കോളജിയും കാണണം, മനുഷ്യരെയും കാണണം. ഒരു ചർച്ച നടക്കണം. ഞങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? ഞങ്ങളല്ലേ സ്റ്റേക്ക് ഹോൾഡർ. ഞങ്ങളുമായും സ്റ്റേറ്റ് ഗവൺമെൻറ് ചർച്ച ചെയ്ത് ഒരു ചർച്ചയില്ലാതെ പോകുന്ന ഒരു സമൂഹം, ജനാധിപത്യം അടഞ്ഞു പോയൊരു സമൂഹത്തെ ജീവിക്കുക അസാധ്യമാണ്. അതെൻ്റെ നിലപാട്. ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒറ്റ കാര്യം, ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിനുള്ള പരിഹാരം ഇവരുടെ കയ്യിൽ തന്നെ പലപ്പോഴും ചിന്തകളിലും ഇവരുടെ എക്സ്പീരിയൻസിലും ഉണ്ട്. ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരോട് കൺസൾട്ടേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇക്കോസിസ്റ്റംസ് പീപ്പിൾ, അത് ആദിവാസികളായാലും ഇവരായാലും, ദേ ഹാവ് ദ ഫസ്റ്റ് റൈറ്റ്സ് ഓൺ ദാറ്റ് ഇക്കോസിസ്റ്റം. കംപ്ലീറ്റ് റൈറ്റ്സ് അല്ല, ഫസ്റ്റ് റൈറ്റ്സ് എന്ന് പറയാമല്ലോ. അതുപോലും നമ്മൾ ഈ നാട്ടിൽ നിന്നും പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഔസ്റ്റിംഗ് ദം വളരെ കൃത്യമായിട്ട് അടുക്കി പറക്കി, അത് ഇൻഅഡ്വർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് ഡെവലപ്മെൻറ്റൽ നീഡ്സിൻ്റെ പുറത്തായിരിക്കാം, ചിലത് ജെനുവിനുമായിരിക്കാം. പക്ഷേ യു കനോട്ട് കീപ് ഡൂയിങ് ഇറ്റ് ലൈക്ക് ദിസ് വിത്തൗട്ട് ദം ഇൻ ദ പിക്ചർ എന്നുള്ളതെങ്കിലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഓൾറൈറ്റ്, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് ഏകദേശം ആ ഒരു സെഷൻ കൺക്ലൂഷനിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചോദ്യോത്തര വേളയാണ്. ഒരു 5 minutes മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 2 പേർക്ക് ഐ തിങ്ക് സമയമുണ്ട് ചോദിക്കാനായിട്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ് ആൻഡ് സ്റ്റാൻഡ് അപ്പ്. മൈക്ക് അവിടെ കൊണ്ട് തരാം കേട്ടോ. ഒറ്റ കാര്യം കൂടെ, ഭയങ്കര ലെങ്തി ആക്കാൻ നോക്കണം, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കണേ ക്വസ്റ്റ്യൻസ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ കരഭൂമി മാത്രമാണല്ലോ, ചുറ്റുപാട് കടൽ കിടപ്പുണ്ട്. കടലിൽ നമുക്ക് എത്ര ദൂരം നമുക്ക് അധികാരമുണ്ട്? രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ വരുമ്പോൾ നോ മാൻസ് ഏരിയ എന്നും പറഞ്ഞ കടലിൽ കുറേ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലും നിയമമുണ്ടോ? 1975 ഐക്യരാഷ്ട്രസംഘടന ഇതിന് നിയമം ഉണ്ടാക്കുന്നത്. ഇന്ന് അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ഐക്യരാഷ്ട്രസംഘടന അൺക്ലോസ് എന്നൊരു നിയമമുണ്ട്. 200 നോട്ടിക്കൽ മേൽ ഓരോ രാജ്യത്തും കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള പ്രദേശം ABNJ എന്ന് പറയും, ഏരിയ ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. അവിടെ നമുക്ക് ചില അവകാശമുണ്ട്. ആ മേഖലയിലെ പണ്ട് നമ്മൾ ആഴക്കടൽ കൊടുത്തു, ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ്. 200 നോട്ടിക്കൽ മേലകത്ത് നമ്മുടെ മേഖലയാണ്. അവിടെ ആര് കയറിയാലും നമുക്ക് ചോദിക്കാൻ, അവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവി ഉണ്ട്. അവിടെ നമ്മൾ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖല വൻകിടക്കാർക്ക് കൊടുക്കും. ഞങ്ങളുടെ സമരം അതിനെതിരായിട്ടാണ് സാർ. കടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള മത്സ്യസമ്പത്ത്, അവിടെ പരമാവധി കൊണ്ടുവരാൻ പറ്റുന്ന യാനങ്ങളുടെ എണ്ണം, എത്ര ഇൻറ്റൻസിറ്റിയിൽ അവിടെ മത്സ്യബന്ധനം നടത്താൻ സാധിക്കും, അങ്ങനെ എന്തെങ്കിലും സ്റ്റഡികളോ അങ്ങനെ എന്തെങ്കിലും കണക്കുകളോ ഉണ്ടോ? മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതായത് നമുക്ക് നാളേക്കുള്ള ഭാവിയെ ഒരു തരത്തിലും ബാധിക്കാതെ നമുക്ക് പിടിച്ചെടുക്കാവുന്ന പരമാവധി മത്സ്യത്തിൻ്റെ ഒരു അളവ്, അത് 100 മില്യൺ മെട്രിക് ടണ്ണാണ് ലോകത്തിൻ്റെ ആകമാനം. കേരളത്തിലെ ആണെങ്കിൽ നമുക്ക് ഒരു 10 മില്യൺ മെട്രിക് ടൺ വരെ പോകാം. നമ്മളിപ്പോൾ 6.5-7 മില്യൺ മെട്രിക് ടൺ വരെ നമുക്ക് പിടിച്ചെടുക്കുന്നുള്ളൂ. 8 ചില സന്ദർഭങ്ങൾ വരും. അപ്പം ആ രീതിയിലുള്ള വരെ നമുക്ക്, ഞാൻ മില്യൺ എന്ന് പറഞ്ഞാൽ തെറ്റി, 8 ലക്ഷം ടണ്ണാണ് ഞാൻ ഉദ്ദേശിച്ചത്, തെറ്റി പറഞ്ഞു. അപ്പോൾ 8 ലക്ഷം, 6.5 ലക്ഷമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം പിടിച്ചത്. ഇപ്പോൾ ആണെങ്കിൽ നമുക്കൊരു 50,000 ടണ്ണ് കൂടി കൂടുതൽ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് CMFRയുടെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഈ ഡാറ്റ കൃത്യമല്ല, കുറച്ചുകൂടെയാണ്, അതിന് പുറത്താണ് ഡാറ്റ എന്നുള്ളതുണ്ട്. എന്നാലും ഏകദേശം അങ്ങനെയാണ്. പിന്നെ ഇദ്ദേഹം ചോദിച്ച ചോദ്യം 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ് ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി. 200 നോട്ടിക്കൽ മൈലാണ് ഒരു കൺട്രിയുടെ ടെറിട്ടറി എന്നാണ്. ഇതിലെ മാഷ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് തട്ടിപ്പറത്തിരിക്കുക ഞങ്ങളുടെ മുന്നിൽ. അതായത് ഞാൻ കൃത്യമായിട്ട് പറയണം, അതായത് 200 നോട്ടിക്കൽ മൈലിനകത്ത് എത്ര മീനുണ്ടെന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. 71.5 ലക്ഷം ടൺ മീനുണ്ടെന്നവർ കണ്ടെത്തിയിരിക്കുന്നത്. അത് പിടിക്കാൻ എത്ര യാനം വേണം? അതാണ് നിങ്ങൾ ചോദിച്ചത്. ഞാൻ ലളിതമായ ചോദ്യത്തിലേക്ക് വരികയാണ്. അത് പിടിക്കണമെങ്കിൽ 93,757 യാനങ്ങൾ മാത്രം മതി. ഇന്ത്യയിൽ എത്രയുണ്ട്? നേരത്തെ പറഞ്ഞില്ലേ, 3,14,757 യാനമുണ്ട്. അതിൻ്റെ 3.5 ഇരട്ടി യാനങ്ങളുണ്ട്. എറണാകുളത്ത് MG റോഡിലെ ട്രാഫിക് ജാം പോലെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ, അതാണ് അവസ്ഥ. അപ്പോൾ എവിടെ പോയി മീൻ പിടിക്കും? അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അധികരിച്ച് കിടക്കണം. ആ മേഖലയിലേക്ക് വൻകിട കപ്പലുകൾ വന്ന് എന്തായിരിക്കും ഉണ്ടാവണം? നേരത്തെ പ്രിമിറ്റീവ് ആക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലാണ് നടക്കുന്നത്.
ഇതിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യയുടെ പോപ്പുലേഷൻ 130 കോടിയാണ്. ഇതിൽ വലിയൊരു ശതമാനം ഈ പറഞ്ഞ കോസ്റ്റുമാണ്. കോസ്റ്റും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു വലിയ പോപ്പുലേഷൻ അകത്തുമുണ്ട്. ഞാൻ അടക്കമുള്ള 30 കിലോമീറ്റർ അകത്ത് താമസിക്കുന്നവന് ദിവസവും മീൻ വേണം. അപ്പോൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ. അതല്ലാതെ ഒരുപാട് ഇൻഡസ്ട്രീസും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗാന്ധി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഷുഡ് ബി ഗോ ഫോർ മാസ് പ്രൊഡക്ഷൻ ഓർ പ്രൊഡക്ഷൻ ബൈ ദ മാസസ് എന്നുള്ളതാണ്. ഫണ്ടമെൻ്റലി ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ ബൈ ദ മാസസ് ആയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അത്രയും തൊഴിലാളികളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു കാലത്ത് അമേരിക്കയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് കർഷകർ അമേരിക്കയിൽ 1% ഉള്ളൂ. അത് മാസ് പ്രൊഡക്ഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കാർഷിക മേഖല അവിടെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ അതിലേക്കാണ് എല്ലാ ലോകത്തുള്ള എല്ലാ പോളിസീസും, അത് IMF ആയാലും വേൾഡ് ബാങ്ക് ആയാലും ഐക്യരാഷ്ട്രസഭയുടെ പല തള്ളുകളായാലും സംഭവിക്കുന്നത് അവിടെയാണ്. അത് തന്നെയാണ് ഗവൺമെൻറ്റും പാലിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ പോളിസിയിൽ വെള്ളം ചേർത്താൽ അത് പറ്റില്ല എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ബൈ ദ മാസസ് എന്ന് പറഞ്ഞാൽ ഇവരാണ് ആ മാസസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യണം, അവർ വീട്ടിൽ കൊണ്ടു തരണം. അപ്പോൾ മാത്രമാണ് മീൻ കഴിക്കുക മാത്രമല്ലല്ലോ, ബന്ധങ്ങൾ ഉണ്ടാവണ്ടേ. വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്ന മേരി ചേച്ചിയെ എനിക്ക് ഇന്നും കാണണം, നാളെയും കാണണം. മീനും കൊണ്ടുവരുന്നത് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യണം. അവർക്ക് കുറച്ച് അവരിൽ നിന്ന് കുറച്ച് ലാഭം നമ്മൾ പിടിച്ചെടുക്കും. പക്ഷേ എന്നാലും നമ്മൾ അവർക്ക് ലാഭം കൊടുക്കും. അത്തരത്തിലുള്ള റിലേഷൻഷിപ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊരു കടയിൽ പോയിട്ട് ആബാദിൻ്റെ ഒരു പാക്കറ്റ് പൊക്കിയിട്ട് ആ പാക്കറ്റും കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ബന്ധം ഉണ്ടാവില്ല. ആ ബന്ധം കടലുമായിട്ടും കടലിൻ്റെ മക്കളുമായിട്ടും നമുക്കുണ്ടായില്ലെങ്കിൽ അത് നിലനിൽക്കില്ല. അത്രയെങ്കിലും നമുക്ക് ആ ബിലോങ്ങിങ് എന്ന് പറയുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ശാസ്ത്രത്തിനും അതിനൊക്കെ അപ്പുറത്ത് അത് വേണം എന്നുള്ളതാണ് പ്രശ്നം. ശാസ്ത്രീയമായി ഇതിനെ നമുക്ക് ശാസ്ത്രീയമായി കാണാൻ പറ്റും. പക്ഷേ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ പാരഡൈം എന്താണ്, അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ ഒന്ന് തിരിച്ചറിയണം എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. 10 സെക്കൻഡ്. മത്സ്യം എന്ന് പറയുന്ന ആ ഒരു ആഹാരം ഇപ്പം നമ്മളൊരു 10 വർഷത്തെ ഒരു ഗവേഷണം, ഇത്രയും നല്ലൊരു ആഹാരം, കുട്ടികൾക്ക് പ്രോട്ടീൻ സുരക്ഷ എന്നുള്ളതല്ല, വളർച്ച, കൂടുതൽ ഉയരം, കൂടുതൽ അതല്ല, അത് വിട്ട് വാർദ്ധക്യത്തിലേക്ക് വരുന്ന ആളുകൾക്കും വളരെ കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ അല്ലേ, നാഡീവ്യൂഹത്തിൻ്റെ കൃത്യമായ കോർഡിനേഷൻ, കൃത്യമായ ഓർമ്മശക്തി, ഹൃദയാരോഗ്യം, ഇതിന് മത്സ്യത്തിൻ്റെ അത്രയും ശ്രേഷ്ഠമായ ആഹാരം മറ്റൊന്നില്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷനാണ്. മത്സ്യം നമ്മൾ നന്നായിട്ട് ഉപഭോഗിക്കുന്നുണ്ടല്ലോ, സത്യം. 25 കിലോയാണ് നമ്മുടെ ആവറേജ്, 20.8 ഉള്ളൂ. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഉള്ള കേരളത്തിലെ ഒരു സർവകലാശാല, ഫിഷറി സർവകലാശാല, ഇതിന് വിവിധങ്ങളായ കോഴ്സുകൾ, 4 ഫാക്കൽറ്റി, MBA അടക്കം, LLM അടക്കം, BFSC, MFSC, BTech, അങ്ങനെ വിവിധങ്ങളായ കോഴ്സുകൾ. അപ്പം സർവകലാശാലയും കൂടെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളൊരു മെസ്സേജ് കൂടെ ഞാനതൊന്ന് എൻഡോഴ്സ് ചെയ്യുകയാണേ. കേരളത്തിൽ വളരെ മനോഹരമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർവകലാശാല ക്യൂഫോസ് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ വിജയകുമാറാണ് ഇപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലറും. അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല പ്രൊഫസേഴ്സും ഇതൊക്കെ ഉണ്ട്. സർ, താങ്ക് യു. സുചിത്ര, താങ്ക് യു. ചാൾസ്, താങ്ക് യു വെരി മച്ച്.